ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക്. ഇന്ന് ഞങ്ങൾ പോകുന്നത് കാക്കനാടുള്ള മണ്ണൂക്കാവ് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. കൊച്ചി നഗരത്തിന്റെ തിരക്കിനിടയിൽ ഒരു ആത്മീയ ശാന്തതയായി നിലകൊള്ളുന്ന കാക്കനാട് മണ്ണൂക്കാവ് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം. IT ഹബ്ബുകളും നഗര തിരക്കുകളും നിറഞ്ഞ കാക്കനാടിനുള്ളിൽ തന്നെ ഇത്രയും ശാന്തവും ദൈവികവുമായ ഒരു ഇടം നിലനിൽക്കുന്നു എന്നത് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത തന്നെയാണ്. ഈ ക്ഷേത്രത്തിന്റെ മുഖ്യ ആരാധന ദേവത എന്ന് പറഞ്ഞാൽ ശ്രീ അന്നപൂർണേശ്വരി അമ്മയാണ്. വിശ്വാസമനുസരിച്ച് ഈ ക്ഷേത്രത്തിലെ അന്നപൂർണേശ്വരി പ്രതിഷ്ഠ സൗഭാഗ്യവും ഭക്ഷ്യസമൃദ്ധിയും കുടുംബ ഐക്യവും നൽകുന്നതായി കരുതപ്പെടുന്നു. അന്നപൂർണേശ്വരി അമ്മയോടൊപ്പം ഈ ക്ഷേത്രത്തിൽ പ്രധാന സ്ഥാനമുള്ള ഭഗവാൻ ശിവന്റെയും പ്രതിഷ്ഠയുണ്ട്. ശിവന്റെ അനുഗ്രഹം മാനസിക ശാന്തിയും ആത്മീയ നിയന്ത്രണവും ജീവിത സ്ഥിരതയും നൽകുന്നു എന്നതാണ് വിശ്വാസം. എല്ലാ ക്ഷേത്രത്തിലും പോലെ ഇവിടെയും ആദ്യം ആരാധിക്കപ്പെടുന്നത് വിഘ്നേശ്വരനായ ഗണപതിയാണ്. വിദ്യാഭ്യാസം, ജോലി, പുതിയ സംരംഭങ്ങൾ എന്നിവയ്ക്ക് തടസ്സങ്ങൾ മാറ്റാൻ ഈ ഗണപതി പ്രതിഷ്ഠ വളരെ ശക്തമാണെന്ന് വിശ്വസിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ അന്നപൂർണേശ്വരി അമ്മയ്ക്കൊപ്പം മറ്റു ഉപദേവതകളുടെയും പ്രതിഷ്ഠകൾ കാണാം. ഭദ്രകാളി, രക്ഷയും ശക്തിയും നൽകുന്ന അമ്മ. അയ്യപ്പന്റെയും പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിലുണ്ട്. ധർമ്മത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ദേവൻ. ഈ ഉപദേവതകളുടെ സാന്നിധ്യം ക്ഷേത്രത്തെ സമ്പൂർണ്ണ ദൈവീക കേന്ദ്രമാക്കുന്നു. ഇവിടെ വരുന്ന ഓരോ ഭക്തന്റെയും മുഖത്ത് ഒരു വിശ്വാസമുണ്ട്. അന്നം ആദരിക്കുന്നവനാണ് ദൈവത്തെ ആദരിക്കുന്നത് എന്ന സത്യം ഈ ക്ഷേത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. വലിയ ആർഭാടങ്ങളില്ല, പക്ഷേ മനസ്സിനെ തൊടുന്ന ഒരു ശാന്തത. ദീപങ്ങളുടെ വെളിച്ചവും പൂക്കളുടെ ഗന്ധവും മനസ്സിനെ തന്നെ ശാന്തമാക്കുന്നു. ദർശനം എന്ന് പറയുമ്പോൾ ഇവിടെ അമ്മയെ കാണുന്നതല്ല, അമ്മ നമ്മളെ കാണുന്നത് പോലെയാണ് തോന്നുന്നത്. കാക്കനാട് മണ്ണുക്കാവ് ശ്രീ അന്നപൂർണേശ്വരി അമ്മയും ഈ ക്ഷേത്രത്തിലെ എല്ലാ ദേവതകളും എല്ലാവർക്കും അന്നവും സമാധാനവും സൗഭാഗ്യവും നൽകട്ടെ. ഞങ്ങൾ അമ്പലത്തേക്ക് പോയാലേ മോളാണ് എനിക്ക് ചന്ദനക്കുറി തൊട്ട് തരാറ്. ശരിക്ക് അതാണ് പതിവ്. അങ്ങനെ ഞങ്ങളുടെ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് എടപ്പള്ളിയിലുള്ള സോഷ്യൽ കിച്ചണിലാണ്. ഇത് പ്യുവർ വെജ് ആണ്. ഞങ്ങൾ ഇവിടെ വന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് ഇപ്പോൾ 4-5 മാസമായിട്ടേ ഉള്ളൂ. പക്ഷെ ഇത് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. പ്യുവർ വെജ് ആണ്. നല്ല തിരക്കാണ് ഇവിടെ. ഇവിടെ 2 തരം ബില്ലിംഗ് കൗണ്ടർ ഉണ്ട് കേട്ടോ. ഒന്ന് സെൽഫായിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം, പിന്നെ പേ ചെയ്യാം. അതല്ലാണ്ട് നമുക്ക് കൗണ്ടറിൽ പോയിട്ടും ഓർഡറും ചെയ്യാം, അവിടുന്ന് നമുക്ക് പേയ്മെന്റ് ചെയ്യാം. സൺഡേ ആയത് കാരണം ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. കാല് കുത്താൻ സ്ഥലമില്ല. പിന്നെ റെസ്റ്റോറൻറ്റിന്റെ ബില്ലിംഗ് കൗണ്ടറിന്റെ റൈറ്റ് സൈഡിലായിട്ട് അവിടെ മെനു ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവിടുത്തെ മെനു കാണാം, അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്കതിൽ കാണാൻ സാധിക്കും. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നതേ കൊടുത്ത ഓർഡറൊക്കെ തന്നെയല്ലേ ബില്ലിലുള്ളത് എന്നതാണ്. ഞങ്ങൾ പോയത് അതിരാവിലെ ആയത് കാരണം അവർ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആ ചില്ലുകൂട്ടില് പഴംപൊരി, പരിപ്പ് വട, പിന്നെ എന്തോ റവ വട, അങ്ങനത്തെ 2-3 ഐറ്റംസ് എനിക്ക് കാണാൻ പറ്റി. ഇവിടെ വന്നു കഴിഞ്ഞാലേ കോഫി എന്തായാലും ട്രൈ ചെയ്യണം. ഫിൽട്ടർ കോഫിയാണ് കേട്ടോ. ഇവിടെ കോഫിക്ക് വെറും 14 രൂപ മാത്രമേ ഉള്ളൂ. നമ്മൾ വേറെ വല്ല വെജിറ്റേറിയൻ ഹോട്ടലിൽ പോവുകയാണെന്ന് വെച്ചാൽ അവിടെ 22 റുപ്പീസോ അല്ലെങ്കിൽ 25 രൂപയോ ഒരു കോഫിക്ക് കൊടുക്കേണ്ടി വരും. ഇവിടെ സോഷ്യൽ കിച്ചണിൽ കോഫിക്ക് വെറും 14 രൂപ മാത്രം. ഇവിടെ കോഫിക്ക് മാത്രമല്ല കേട്ടോ വില കുറവ്. കമ്പാരിറ്റീവ്ലി എല്ലാ ഐറ്റംസിനും ഇവിടെ നല്ല വില കുറവാണ്. ഞങ്ങൾ ഇവിടെ വന്ന് ഓർഡർ ചെയ്തത് ഒരു ഗീ റോസ്റ്റ്, പിന്നെ പരിപ്പ് വട മാതിരി ഒരു സാധനം, ഒരു വലിയ സാധനമാണ്.
അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ റവ കേസരി, പിന്നെ കോഫി, പിന്നെ പൂരി ഭാജി, പിന്നെ ലിമോന് വാങ്ങിയത് ഒരു തട്ടുദോശ. പ്യുവർ വെജ് ആയതുകൊണ്ട് ഫാമിലിക്കും കുട്ടികൾക്കും വയസ്സായവർക്കും ടെൻഷൻ ഇല്ലാതെ ഭക്ഷണം കഴിക്കാം. മെനു നോക്കിയാലേ സൗത്ത് ഇന്ത്യൻ മീൽസ്, ദോസ വെറൈറ്റീസ്, ഇഡ്ലി, വട, നോർത്ത് ഇന്ത്യൻ ഐറ്റംസ്, ചൈനീസ് ഓപ്ഷൻ, അങ്ങനെ എല്ലാ വെറൈറ്റിയും ഫുഡും ഇവിടെയുണ്ട്. പാറു കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഗീ റോസ്റ്റ് ആണ് കേട്ടോ. അത് ഭയങ്കര ക്രിസ്പി ദോശയാണ്. അതിലുള്ള ചട്നിയും സാമ്പാറും നല്ലൊരു കോമ്പിനേഷനാണ്. കുട്ടികൾക്കും ദോശ ലവർക്കും ഇതൊരു പെർഫെക്റ്റ് സ്പോട്ടാണ്. പ്രൈസ് വൈസ് എല്ലാം റീസണബിൾ ആണ്. ക്വാളിറ്റി സൂപ്പറാണ്. സർവീസും പൊലൈറ്റ് ആണ് കേട്ടോ. വെയിറ്റിംഗ് ടൈം അധികമൊന്നുമില്ല. സ്റ്റാഫ് ബിഹേവിയർ ഈസ് ഓൾസോ റിയലി ഗുഡ്. ലിമോ ഓർഡർ ചെയ്തതേ തട്ടുദോശയായിരുന്നു കേട്ടോ. ആ പ്ലേറ്റിൽ 3 ദോശ ഉണ്ടായിരുന്നു. ആ 3 ദോശം അത്യാവശ്യം നല്ല വലിപ്പവും കട്ടിയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ദോശ ചട്നിയും പിന്നെ ആ സാമ്പാറും മുക്കി കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മളുടെയൊക്കെ ബിസി ലൈഫിലെ ഒരേ ടേബിളിൽ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കിട്ടുന്ന സമയം ഒരു ബ്ലെസ്സിങ് തന്നെയാണ് കേട്ടോ. കുട്ടികളുടെ ചെറിയ ചെറിയ തമാശകളും ഹസ്ബൻഡ് വൈഫിൻ്റെ കാഷ്വൽ ടോക്കും ഇതൊക്കെ ചേർന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ തന്നെ ലൈഫ് ക്ലാസ് ആയി മാറും അല്ലേ? ലിമോൻ്റെ പ്ലേറ്റിലെ ദോശ കണ്ടപ്പോൾ എനിക്കൊരു കൊതി. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ലിമോൻ്റെ പ്ലേറ്റിൽ കൈയിട്ടു, ദോശയുടെ ഒരു കഷ്ണം എടുത്തു, സാമ്പാറിലും പിന്നെ ചട്നിയിലും ഡിപ്പ് ചെയ്തിട്ട് കഴിച്ചു. ഔ, നല്ല ഒരു ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് പൂരി മസാല ആയിരുന്നു കേട്ടോ. ഒരു പ്ലേറ്റിൽ 3 പൂരി ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബാജിയും. ബാജിയിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ അവർ കപ്പയും മിക്സ് ചെയ്തിരുന്നു. പിന്നെ പൂരി അത്യാവശ്യം നല്ല വലിയ പൂരി തന്നെ ആയിരുന്നു. പിന്നെ ആ മസാല കൂട്ടി കഴിക്കുമ്പോൾ ആ പൂരി മസാല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. നിങ്ങളെ എടപ്പള്ളി ഭാഗത്തൊക്കെ വരുമ്പോൾ എന്തായാലും ഈ സോഷ്യൽ കിച്ചണിലൊന്ന് കയറി നോക്കണം കേട്ടോ. ഇവിടുത്തെ ഡിഷസൊക്കെ ഒന്ന് കഴിച്ചു നോക്കണം. നല്ല ക്വാളിറ്റിയാണ് ഇവിടുത്തെ ഫുഡ്. പിന്നെ പ്രൈസും റീസണബിൾ ആണ് കേട്ടോ. അങ്ങനെ അധികം നിങ്ങൾ സമയം കളയുന്നില്ല. ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ടിൽ ദെൻ ബൈ. ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.